എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഉദ്ഘാടനവും പരിചയപ്പെടലും, കിടിലൻ പാട്ടുകൾ, ബൈബിൾ ക്യൂസ്, കനത്ത മഴ, തെരഞ്ഞെടുപ്പ്, കാണാനില്ല, അപകടം, വധുവിനെ ആവശ്യമുണ്ട്, മരണം, വിദേശം, കായികം, കാലാവസ്ഥ, സിനിമ, പഠിപ്പുര. വാർത്തകൾ വായിക്കുന്നത് എൻ്റെ ഈ ഓട്ടവായും, കേൾക്കുന്നത് നിങ്ങളുടെ പൊട്ടച്ചെവിയും. വാർത്തകൾ വിശദമായി. ഉദ്ഘാടനവും പരിചയപ്പെടലും. ഒന്നാം ദിവസമായ ഞായർ അച്ഛൻ്റെ ഉദ്ഘാടനത്തോടെ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന ചിന്താവിഷയവുമായി VBS 2025 ആരംഭിച്ചു. രണ്ടാം ദിവസമായ തിങ്കൾ ഡയറക്ടേഴ്സിനെ പരിചയപ്പെടുത്തുകയും വിദ്യാർത്ഥികളെ പരിചയപ്പെടുകയും ചെയ്തു. കിടിലൻ പാട്ടുകൾ. ഈ വർഷത്തെ VBS പാട്ടുകളും ആക്ഷനുകളും മനോഹരമായിരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഗാനങ്ങളും ആക്ഷനുകളും പഠിപ്പിക്കുന്ന അധ്യാപകരും നന്നായി അവതരിച്ചു. അത് കുട്ടികൾക്ക് ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു. ബൈബിൾ ക്വിസ്. എല്ലാ വർഷത്തേക്കാൾ വ്യത്യസ്തമായി ബൈബിൾ ക്വിസ് നടത്തിയത് ധാരാളം കുട്ടികൾക്ക് ബൈബിൾ ജ്ഞാനം വളർത്താൻ സഹായകരമായി. കനത്ത മഴ. VBSന്റെ മൂന്നാം ദിവസമായ ബുധൻ മുതൽ വെള്ളറടയിൽ കനത്ത മഴ. മഴയിൽ നാശനഷ്ടങ്ങൾ ഇല്ല എങ്കിലും കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികൾ പുറത്തിറങ്ങി. തെരഞ്ഞെടുപ്പ്. രണ്ടാം ദിവസം നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സ്റ്റാർസ് ടീമിന്റെ ലീഡറായി സാനിയെയും ഏതൻ ടീമിന്റെ ലീഡറായി കീർത്തനയെയും തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ VBS ഇവരുടെ മേൽനോട്ടത്തിൽ മനോഹരമായി നടന്നു. കാണാനില്ല. ഏതൻ ടീം അംഗമായ ഏഞ്ചൽ എന്ന കുട്ടിയെ VBSന്റെ 6ാം ദിവസമായ വെള്ളി കാണാനില്ല. 2.5 ഇഞ്ച് നീളം, 1/2 അടി പൊക്കം, ആരും കണ്ടു നിൽക്കുന്ന മുഖശോഭ, ആരും ഇഷ്ടപ്പെടുന്ന കാർക്കൂന്തൽ, ആരെയും ആകർഷിക്കുന്ന സംസാരം. ഈ രൂപഗുണങ്ങളുള്ള കുട്ടി എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ ലിജനെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 2 കത്രിക്ക, 2 വഴുതനങ്ങ, 2 ആനമുട്ട, 2 പടവല, 2 വെള്ളരിക്ക. അപകടം.
നിഖിൽ രാജ് സാർ എഴുതിയ പാട്ടിന്റെ ആക്ഷനിടയിൽ അപകടം. ആഘോഷിക്കാം ആർത്തിരമ്പാം എന്ന പാട്ടിന് ആക്ഷൻ ചെയ്തപ്പോഴാണ് പ്രീതിയും കീർത്തനയും തമ്മിൽ കൂട്ടിമുട്ടിയത്. വലിയ പരുക്കുകളൊന്നും ഇല്ല എന്ന് പ്രീതി പറഞ്ഞതിനാൽ പ്രശ്നം വലുതായില്ല. ഇടവേളയ്ക്ക് ശേഷം രസകരമായ കൂടുതൽ വാർത്തയുമായി നമുക്ക് വരാം. അതെടുക്ക്. എടുക്കാം. എന്താണ് ഇത്ര വെളുപ്പിനെ ഫോൺ ചെയ്യുന്നത്? ആരെങ്കിലും ചത്തോ? ബോസിന് ജീവനുണ്ടോ? ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കും. വാർത്തകൾ തുടരുന്നു. വധുവിനെ ആവശ്യമുണ്ട്. സുന്ദരനും സുമുഖനുമാണവൻ. ആരും ഇമയിട്ടാതെ കണ്ണു നോക്കുന്ന അവന്റെ ആ നൃത്ത ചുവടുകൾ. സാമാന്യം തരക്കേടില്ലാത്ത വിദ്യാഭ്യാസമുണ്ട്. പേര് അലൻ. കോമള രൂപിയായ പെൺകുട്ടികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നു. കോൺടാക്ട് ചെയ്യൂ അനുസാർ. വിളിക്കേണ്ട നമ്പർ 2 ചെണ്ടുമല്ലി, 1 കുഞ്ഞാറ്റക്കിളി, 4 ഏത്തയ്ക്ക, 1 കപ്പ. മരണം. VBS സോങ് ബുക്കിലെ 6ാമത്തെ ഗാനമായ തെലുങ്ക് ഗാനത്തിനും ചുവടുവച്ചതിനിടയിൽ 673 കൊതുകുകളും 64 ഈച്ചകളും അതിദാരുണമായി മരിച്ചു. മരിച്ചവരുടെ ബന്ധുമിത്രാദികൾ സൗരവിനെ സങ്കടം ബോധിപ്പിച്ചു. വിദേശം. വേറെ ജില്ലകളിൽ നിന്ന് മൗണ്ട് കാൽവരി CSC സഭയിൽ VBSന് കടന്നു വന്നവരെ സൺഡേ സ്കൂൾ സെക്രട്ടറി ഹസ്തദാനം നൽകി സ്വീകരിച്ചു. കായികം. 2025 VBSൽ നടന്ന എല്ലാ വാശിയേറിയ മത്സരങ്ങൾക്കും ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ. മൗണ്ട് കാൽവരി CSC കുരിശുമലയ്ക്ക് സമീപം ഇടിയോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. അതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ കയ്യിൽ കൂടെ കരുതുക. ബൈക്കിൽ സഞ്ചരിക്കുന്നവർ കോട്ട് കരുതുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇജോ, ആരോൺ, ജെഫ്രിൻ എന്നിവർ അറിയിച്ചു. സിനിമ. ഫിയോന തിയേറ്ററിൽ വ്യാഴാഴ്ച റിലീസായ സിനിമ. സാദിഖ് സംവിധാനം ചെയ്ത, സാദിക നിർമ്മിച്ച ജന്മദിനം. സന തിയേറ്ററിൽ ഇന്ന് റിലീസാകുന്ന സിനിമ അരങ്ങ്. പ്രൊഡ്യൂസർ ഷീല, ഡയറക്ടർ ഷൈനി. പടിപ്പുര. 2025 VBSന്റെ ചിന്താ വിഷയമായ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന തലക്കെട്ട് ബന്ധപ്പെട്ടി 6 ചിന്തകൾ നമുക്ക് ലഭിച്ചു. 1 പ്രകാശമാവുക, 2 പ്രകാശം പ്രവൃത്തിയിൽ, 3 പ്രകാശം പ്രാർത്ഥനയിൽ, 4 പ്രകാശം ആശയവിനിമയത്തിൽ, 5 പ്രകാശം നന്ദി പ്രകാശനത്തിൽ, 6 പ്രകാശം നീതിന്യായത്തിൽ. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. ഈ സമയം 6ാമത്തെ പാട്ടിന് ആക്ഷനുമായി എത്തുന്നു സീനിയറിലെ കുട്ടികൾ. I got
ദൈവമക്കളായ ഞങ്ങൾ ദൈവനാമ സ്തോത്രത്തോടെ ധൈര്യത്തോടെ മുന്നേറിയിടുന്നേ ഓടിത്തിത്താരാവിത്തേ ഞങ്ങളെ ദൈവം തകവേ 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 ഞങ്ങളെ ദൈവം തിത്താരാവിത്തേ ഞങ്ങളെ ദൈവം തകവേ 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 ഞങ്ങളെ ദൈവം.
Jesus loves you and me. In His hands we are loved. Jesus loves you and me. In His hands we are loved. All the time, all the time. Jesus takes you and me. In His hands we are just. Jesus takes you and me. In His eyes we are just. All the time, all the time. Shall we meet this loving child? Close your eyes, just pray this word. Lord, hear us. Lord, hear us. Lord, hear us. ദൈവത്തിനാൽ പരിശുദ്ധമാകട്ടെ. 2025 BBS എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ വർഷത്തെ BBS ചിന്താവിഷയം എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നതായിരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ധാരാളം കഥകളും പാട്ടുകളും ആക്ഷൻ സോങ്ങുകളെല്ലാം പഠിക്കാൻ കഴിഞ്ഞു. അത് പഠിപ്പിക്കാൻ വന്ന അധ്യാപകർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഈ വർഷത്തെ BBSലൂടെ കുട്ടികൾക്ക് മാതാപിതാക്കളെ ബഹുമാനിച്ച് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ് കൂടുതലായി പഠിപ്പിക്കാനുണ്ടായിരുന്നത്. അതിന് പ്രകാരം എല്ലാ കുട്ടികളും വളർന്നു വരുവാനും മോഹങ്ങളിലോ ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമയാകാതെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Jika
നച്ചില്ലേ ഹല്ലേലൂയ അജനയ ഗീത് ഗാके നച്ചില്ലേ യേശുവേ നാമേ तू आजा आज नचले झूम 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 के तू आजा आज नचले वो तेरा मेरा जीवन उसके नाम में प्रभु का सदिगल लो हालेलुया 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 अजनय गीत गाके नचले 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 हालेलुया अजनय गीत गाके नचले
ക്രിസ്തുവിനെ മാതൃകയാക്കാം. ക്രിസ്തീയ സൗഭാഗ്യം നേടിടാം. പേജ് നമ്പർ 784 പേജ് എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ബെറ്ററായിട്ട് എഴുതിയവർക്ക് ഞങ്ങൾ ലാമിനേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ നിന്ന് ഞങ്ങൾ പേര് വിളിക്കുമ്പോൾ ഗിഫ്റ്റ് സ്വീകരിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്നാമതായിട്ട് നമിത എക്സ്ട്രാ ക്ലാപ്പ് കൊടുക്കാം. നയന SD, നയന S ദാസ്, സുനിത N, ആഷിക സജി. ഞങ്ങളെ കൊടുക്കാം. ആൽഫിന PR, ഷാർമി SJ, വിജിത അജി, സാന്ത്വന, സ്വാതിക, ഞങ്ങളെ കൊടുക്കാമോ? ആജ്ഞ, അത് കഴിഞ്ഞ് നമ്മളിവിടെ പഠിപ്പിച്ച വാക്യങ്ങൾ കാണാതെ പറഞ്ഞവര് ഇന്നത്തെ ദിവസം വാക്യങ്ങളെല്ലാം പഠിപ്പിച്ച വാക്യങ്ങൾ കാണാതെ പറഞ്ഞ ഗിഫ്റ്റാണ്. ഫസ്റ്റ് അഡോൺ, ഷർമി, സുനിത, നയന, നമിത, അലീന, സാന്ത്വന, അലാന, അനബൻ,
അൽഫിന, ജിനോ, ഫിനോ, ആഷിക സജി, അസ്ന, ആരംഭിക്കട്ടെ ഞങ്ങൾ കറിയാക്കി അറിയാന്ന് മറിയാക്കി അറിയാം. എന്റെ പേര് കറിയ, ഇതെന്റെ ഭാര്യ മറിയ. കറിയായ്ക്കും മറിയായ്ക്കും 4 മക്കളുണ്ടായിരുന്നു. പുലിക്കുട്ടന്മാരെ പോലുള്ള 4 മക്കൾ. സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വർഗീസ് കുട്ടി, മൂന്നാമൻ ജോസൂട്ടി, 4ാമത്തെ മകൻ ദൈവവിളി കേട്ടുപോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദികനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിച്ച സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനമാകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ ഒരുക്കൊള്ളുന്നു. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കുന്നത്. ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ചു. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാം. അപ്പച്ചൻകുട്ടി എന്ത് വേണം? അവന്റെ കണ്ണടയുടെ ചിന്ത 2 പൊട്ടിയിടാം. ഒന്ന് മാറി തടാ, എന്തെങ്കിലും ഒന്ന് വായിക്കാനാ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ വല്ലയിടത്ത് പോയി അടങ്ങിക്കൊണ്ടിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കലും മുതുക്കി മുന്നിക്കെ കുത്തിരിക്കാനാ? അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. മറിയേ, എന്തോ? ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവനാണ് ഞാൻ. നിന്റെയും എന്റെയും ജീവിതത്തിനിടയില് നക്ഷത്രങ്ങളായി പെയ്തിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമനകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ പുലങ്കാലിൽ തൊഴുക്കുക, മുഖത്ത് കാറിത്തുപ്പുക. കർത്താവേ, എങ്ങനെയാ സഹിക്കുക? ഒന്ന് വിളിച്ചൂടെ? ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ മഴക്കാം ഇതിങ്ങനെ പോയാ എന്താ ഒരു തീരുമാനം? ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടെ പോകാം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഓടിക്കാൻ ഭാര്യയും ഭർത്താവും പടക്കിട്ട കഥ. മക്കളെ കണ്ടും ബാബു കണ്ടും
കൊതിക്കരുതെന്നാ കാരണവന്മാര് പറയണത്. മറിയേ, നീ എന്റെ കയ്യിൽ മണ്ട പിടിച്ചു. ജീവിതാന്തം വരെ ഊന്നുപടിയായി താനും തണലുമായി ഞാനും തന്നുകൂടെ. 4 മക്കൾ കണ്ണുമ്പോൾ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വഴിയടി. വാ, വേഗം നടന്നോടി, വേഗം നടന്നോ. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോൾ അറിയുന്നുവോ? അമ്മക്കുട്ടി, ഡോണ്ട് ഞാൻ പറഞ്ഞത് നീ മറന്നോ? Go inside. എന്താ മോളെ, എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ തന്തയോട് പറഞ്ഞിട്ട് വേണോ? ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ. അത് മാറിക്കോളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ, അവർ കാണാൻ കയറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവര് വലിയ ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നിനക്കത് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് കേറിപ്പോ. ആരാ പോയത്? അപ്പനമ്മയാ? അല്ലല്ല, അത് ഇവിടുത്തെ സർവന്റിന്റെ അപ്പനമ്മയല്ലേ. എന്റെ ഡാഡി മമ്മി അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കല്ലുകളിലടക്കം കൊതി കൊണ്ടു നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താടാ? ഇത് കണ്ടോ നീ? ഇടനെഞ്ചിന്റെ കൂടെ മായ്ക്കാനാവാത്ത വിധം കൂറിയിട്ടുള്ള സത്യ. നീയൊക്കെ ജനിച്ചിരുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർത്തി കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ തെറ്റത്തല്ല. ഈ കണ്ണീരോട് കൊടുക്കുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമന്ന് നൊന്ത് പറ്റി വഴിക്കാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ആരെയും അറിയാമേ? വാ, പോകാം നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. അപ്പച്ചനമ്മച്ചി ഈ ചായ എന്ത് തെറ്റിയെന്തോ ഇന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതല് പള്ളിമുറ്റത്ത് ഇരിക്കണതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാ ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ചു പോയതല്ലേ? എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. നീ വിഷമിക്കണ്ട മോനെ. നീ വിചാരിച്ച ഞങ്ങളുള്ള അനാഥാലയത്തിലൊക്കെ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചന്റെ അമ്മച്ചിനെയും കണ്ണീരിന്റെ വില? ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളും പ്രായമാണ്. ഇന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ, നമുക്ക് പോകാം. അപ്പച്ചനമ്മച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് പോരി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാൻ?
അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ? അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വളർത്തുമൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട്? വേണ്ട മോനെ വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയ നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നരങ്ങും, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ വേണ്ട, കേസ് കൊടുത്തു വരേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളൂ. വാ, നമുക്ക് പോകാം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കാണ്. നന്ദി, നമസ്കാരം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ഈ വർഷത്തെ 2025 VBS ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. ഒരാഴ്ച വട്ടക്കാലം ഇവിടെ കടന്നു വന്നവർക്ക് അറിയാൻ സാധിക്കും. പാട്ടും ഡാൻസും കഥകളും തമാശകളും സ്കിറ്റും ഒക്കെയായി വളരെ അനുഗ്രഹവും മനോഹരവും സന്തോഷപൂർണവുമായ ഓരോ നിമിഷങ്ങളായിരുന്നു. കടന്നു വന്നവരെല്ലാം വളരെ എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സമാപന ദിവസമായ ഇന്നേ ദിവസം ഈ ഒരാഴ്ച വട്ടക്കാലം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ 2025 VBS ഇത്രയും മനോഹരമായി നടത്തുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യമായി 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് VBSനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സഭാ സുദൃഷ്ടനായിരിക്കുന്ന റവറൻഡ് അഖിൽ അച്ഛനെ സഭയുടെ പേരിലും സൺഡേ സ്കൂളിൻ്റെ പേരിലുമുള്ള എല്ലാവിധമായ നന്ദിയും ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. ഈ വർഷത്തെ VBSൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അജിൽ സാറിനോട് പറഞ്ഞിരുന്നു, നമ്മുടെ സഭ ഈ വർഷം നല്ലൊരു ടീമിനെ തന്നെ സെലക്ട് ചെയ്ത് നൽകണമെന്ന്. അതിന് പ്രകാരം അജിൽ സാറ് ഇപ്പോൾ നമുക്കിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടീമിനെ നമുക്ക് അതിനുവേണ്ടി ക്രമീകരിച്ചു തന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവരെ പരിചയമാണ്. കാരണം നമ്മുടെ ഈ സഭ ആരംഭിച്ച ആ വർഷം നമ്മുടെ സഭയിൽ VBS നടത്തിയത് ഇവരാണ്. ഒരു പ്രത്യേക അനുഭവം നമുക്ക് ആ നാളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു. നമ്മൾ വളരെ പാത്തും പതുങ്ങിയും ഒളിച്ചൊക്കെയാണ് അന്ന് VBS ഇന്നും ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് VBS നടത്താൻ ഈ വർഷം വരുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലസൻ സാറും ടീമുമാണ്. അപ്പോൾ തന്നെ പിള്ളേർ വളരെയധികം ഹാപ്പിയായി. അന്ന് പോലീസ് വന്നപ്പോൾ ഈ തോട്ടം വഴി ഓടിയ സാറല്ലേ എന്ന് പറയുകയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. വീണ്ടും അവരുടെ സാന്നിധ്യം നമ്മൾ നാളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച നമുക്കറിയാം, കടന്നു വന്ന എല്ലാവർക്കും അറിയാം, വളരെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി തന്നെ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ വളരെ സംതൃപ്തയും സന്തോഷവതിയുമാണ്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതിലുപരി ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളോടും നന്ദി പറയുന്നു. ഇപ്പോൾ അവരെ പേര് പറഞ്ഞ് ഞാൻ നന്ദി അർപ്പിക്കും. ആ സമയം ആ പേര് വിളിക്കുന്നവർ മുൻപോട്ട് വന്ന് ചെറിയൊരു ഉപകാരം, വലിയ ഉപകാരമൊന്നുമില്ല, ചെറിയൊരു ഉപകാരം അച്ഛനിൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. ബ്ലസൻ സാർ തോട്ടം വഴി ഓടിയ ബ്ലസൻ സാർ
സാറിന് നമ്മുടെ സഭയുടെ പേരിലുള്ള എല്ലാ ആശംസകളും നന്ദി അർപ്പിച്ചു. അലൻ സാറിന് സൺഡേ സ്കൂളിന്റെ പേരിലും സഭയുടെ പേരിലുമുള്ള എല്ലാ നന്ദി ഈ സമയം അർപ്പിച്ചു. നിഖിൽ സാറിന് സഭയുടെയും സൺഡേ സ്കൂളിന്റെയും പേരിലുള്ള എല്ലാ നന്ദി അർപ്പിച്ചു. അനു സാറിന് സൺഡേ സ്കൂളിന്റെയും സഭയുടെയും പേരിലുള്ള എല്ലാ നന്ദി അർപ്പിച്ചു. ചെറിയ സമ്മാനം കൊണ്ടോ വാക്കുകൊണ്ടോ പറഞ്ഞു ഒതുക്കാവുന്നതല്ല ഇവരോടുള്ള നന്ദി എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. തുടർന്നും അവരുടെ ഈ ശുശ്രൂഷ എന്നും നിലനിൽക്കട്ടെ, അതിനുവേണ്ടിയുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അനുസാറിൻ്റെ ഭാര്യയും അമ്മയും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരും കൂടെയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും അവരോടൊപ്പം ആയിരിക്കുന്ന അനുസാറിൻ്റെ അമ്മയും ഭാര്യയും സഭയുടെ പേരിലും സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. വിശ്വാസികൾ ഓരോ വിശ്വാസികളും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ സഭാ കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സമാപന ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മളൊരു ഘോഷയാത്ര ക്രമീകരിച്ചിരുന്നു. അതിനുവേണ്ടി ഉള്ള അതായത് പ്ലക്കാർഡ്, ബാനർ, അപ്പോൾ ഇതിൻ്റെ ക്രമീകരണമെല്ലാം നടത്തി നമ്മൾ ഘോഷയാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. മഴ പെയ്യും എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. നമ്മൾ ഘോഷയാത്ര പറഞ്ഞിരുന്ന ആ കൃത്യസമയത്ത് തന്നെ മഴ പെയ്തു. വളരെ നിരാശയോടുകൂടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഘോഷയാത്ര നടത്താൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ചെയ്ത നമ്മുടെ അധ്വാനം വൃഥാവായി എന്ന് വിചാരിച്ച് വളരെ സങ്കടത്തിലായിരുന്നു. 6 മണി വരെയും മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്മുറമേ പോയി അച്ഛനോട് സംസാരിച്ച് അച്ഛൻ പറഞ്ഞ് ഇനി എന്തായാലും ആ ഘോഷയാത്രയൊന്നും വേണ്ട, കാരണം സമയം ഒത്തിരിയായി. എന്നാലും ഞാൻ പറഞ്ഞു അച്ഛൻ പിള്ളേരെല്ലാം വളരെ ഉത്സാഹത്തിലാണ്, കുറച്ച് ദൂരമെങ്കിലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഘോഷയാത്രയുടെ നിന്ന് ഇറങ്ങി ഈ കുരിശുമലയുടെ സംഗമവേദിയുടെ കുറച്ച് ദൂരം അങ്ങ് പോയി. പതിവിലും വിപരീതമായിട്ട് അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഞങ്ങളെ കണ്ടു. വളരെ സന്തോഷം. ഇതിനു വേണ്ടി കൺസെപ്റ്റൊക്കെ സെറ്റ് ചെയ്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബാനർ, മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സമാപന ദിവസം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും സഭാവിശ്വാസികളെയും കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറട്ടെ. ഹായ് ഹായ്. നമ്മൾ വലിയ മജീഷ്യൻ ടീമുകളൊന്നുമല്ല, നമ്മൾ ചെറിയ മാജിക് ഐറ്റംസ് ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, കൈയടിക്കുക. ഞങ്ങൾ പാളിപ്പോയാൽ കൈയടിക്കാൻ പറയാൻ പറഞ്ഞു. അതായത് മാജിക് ചർക്കി പോയി കഴിഞ്ഞാൽ കൈയടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പഠിച്ച ഒരാളാണ് നമ്മുടെ അജിൽ ചേട്ടൻ. നമ്മൾ ഒരുമിച്ചാണ് മാജിക് അക്കാഡമിയിൽ പോയിട്ട് 3 മാസം ഇത് ഏകദേശം ടോട്ടൽ 6 മാസത്തെ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളെക്കാളും കൂടുതൽ സാധനം വാങ്ങിച്ച് വീടിനകത്ത് സേഫായിട്ട് വെച്ചിട്ടുള്ള ആളാണ് അജിലേട്ടൻ. ദെൻ അവരുടെ വിവിധത്തിലെല്ലാം അവർ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരു ചെറിയൊരു ആക്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. കാല് പിടിച്ചാൽ മാത്രമേ പുള്ളിക്കാരൻ ഫെയിമിലോട്ട് വരത്തുള്ളൂ, കാരണം അത്രത്തോളം വലിയ ആളാണ്. ശരീരം കൊണ്ടും ഫെയിമും കൊണ്ട് മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നു. ഇഷ്ടപ്പെട്ട കൈയടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. Thank you.
Thank you.